പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് പലതവണ ഈ ദൈവത്തിന് വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നതാണ് ഇത് ഏരിയ. മാത്രമല്ല അനവധി ആളുകളുടെ മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രൈസലോ. ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഇതേരിയ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആരാണ്? മഹാപുരോഹിതനാണ്, അപ്പോസ്തലനാണ്. അപ്പൊ ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ്. യേശുവോ, ഇന്ന് ഈ ദൈവത്തിനെ ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയുമ്പോൾ തന്നെ പറയട്ടെ, ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ജീവിക്കുക, ഈ ഭൂമി നമ്മൾ വാസം ചെയ്യുമ്പോൾ നമ്മുടെ ഈ പരദേശ പ്രയാണം എത്ര കാലമുണ്ടോ അത്രയും കാലം, നമുക്ക് എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം ഈ ഭൂമിയിൽ ഒരാളെ ശ്രദ്ധിച്ചു നോക്കാൻ കഴിയണമെങ്കിൽ അത് യേശുക്രിസ്തുവിനെ മാത്രമേ ശ്രദ്ധിച്ചു നോക്കാൻ പറ്റൂ. ലോകത്തിൽ ഒരു മത നേതാവിന്, ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയായിരിക്കും ജനത്തെയോ അല്ലെങ്കിൽ മറ്റു മനുഷ്യനായിരിക്കുന്ന ആര് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ പാപികളാണ്. ഭൂമിയിലുള്ള മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പാപിയെ നോക്കുന്നതിന് തുല്യമാണ്. നിങ്ങളിനി എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഭൂമിയിൽ വിശുദ്ധന്മാരില്ല. നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനും എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കുന്നെങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീയ കൃപകൾ പ്രാപിപ്പാനും ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനും നമ്മുടെ നോട്ടത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടാനും കാരണമാകും. എന്താണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞത്? എന്നെ കേൾക്കുന്ന പ്രശ്നം, യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തു ചില കാര്യങ്ങളിൽ ആമൻ ജയം പ്രാപിച്ചു. ജയാതിജയം അല്ലിയ, ജയപേര് മുഴക്കിയവനാണ് അല്ലേരിയ. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിലെ പാപം തന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, പാപം തന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. താൻ പാപ ശരീരത്തിന് അധീനമായല്ല ജനിച്ചത് അല്ലേരിയ. ഇബ്രാഹിം 12 പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല എന്ന് ഇബ്രാഹിം വിശ്വാസികളോട് പൗലോസ് പറയുമ്പോൾ ഇവിടെയും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുന്നത്. പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്ന് പാപത്തെ ജയിച്ചവനാണ് യേശു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നാം പാപത്തെ ജയിക്കണം. പാപമെന്ന് പറയുന്ന മഹാവ്യാധിയ ക്യാൻസറിനെ പാപം പഴയ നിയമത്തിൽ പഴയ നിയമത്തെ കുഷ്ഠം പുതിയ നിയമത്തെ പാപത്തോട് അനുബന്ധമായി പഠിക്കുമ്പോൾ പാപമാകുന്ന കുഷ്ഠം നമ്മുടെ ജീവിതത്തിൽ വളരാൻ പാടില്ല. അപ്പൊ പാപത്തെ യേശു ജയിച്ചു. രണ്ടാമത് യേശു വ്യാധികളെ ജയിച്ചു. വ്യാധി ഇന്നത്തെ കാലങ്ങളിൽ നമ്മുടെ സകല മനുഷ്യർ ഓരോ വ്യാധി പിടിച്ചവരാണ്. ഏതെങ്കിലും അസുഖങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ ഭൂമിയിലില്ല. മഹാവ്യാധികൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, മഹാവ്യാധികൾ കഠിനമാകുമ്പോൾ, പലരും വ്യാധിയാൽ മരണപ്പെടുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന 33 തിരുവയസ്സിൽ ഒരു ദിവസം പോലും വ്യാധി പിടിച്ചവനായി കിടന്നില്ല. അങ്ങനൊരു വ്യാധി കർത്താവ് വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകത്തെ ജയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തെക്കാൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ വലുതായിരിക്കും അന്നത്തെ കാലഘട്ടം. അന്ന് പാപം കൊണ്ട് പാപം പെരുകി, ഇന്നും പാപം പെരുകി. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ 33 വർഷത്തെ ഈ ഭൂമിയുടെ ജീവിതം, തന്റെ പരിശുദ്ധയുടെ 3 വർഷം തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ അനുഗമിച്ചപ്പോഴും തനിക്ക് അനുകൂലമായി നിന്നവരുണ്ട്, പ്രതികൂലമായി നിന്നവരുമുണ്ട് അല്ലേരിയ. യേശുവിനോട് ചേർന്ന് നിന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം യേശു എന്ത് ചെയ്തു? ഈ ലോകത്തെ ജയിച്ചു. അവൻ ഈ ലോകത്തിലെ ജഡത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു. ലോകത്തിലുള്ളതിനെയും യേശു സ്നേഹിച്ചില്ല. ലോകമോഹം യേശുവിന്റെ ജീവിതത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഒറ്റ ലക്ഷ്യമായിരുന്നു എന്തായിരുന്നു?
പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക. എന്താണ് ദൗത്യം? പാപത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ പാപചിന്തകളിൽ വീണ്ടും നിത്യ നരകാത്തിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ലോകമെമ്പാടുള്ള ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ലോകത്തോട് പോരാടി ജയിച്ചു. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണ്? പ്രകൃതിയെ ജയിച്ചു. ഇവരെയും ഭൂമിയിൽ അവൻ നമുക്ക് തന്നിരിക്കുന്ന പ്രകൃതിയുണ്ട്, അതുപോലെ മനുഷ്യന്റെ പ്രകൃതിയുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. ദൈവസൃഷ്ടിക്കെല്ലാം അതതിൻ്റെതായ പ്രകൃതികളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിവിധ വ്യത്യസ്ത നിലകളിൽ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ നോക്കിയാലും മനുഷ്യനെ നോക്കിയാലും മൃഗങ്ങളെ നോക്കിയാലും പ്രകൃതിക്ക് അനുസൃതമായ ഒരു സാഹചര്യമല്ല യേശു. പ്രകൃതിയും അവൻ ജയിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ. യേശു പിശാചിനെ ജയിച്ചു. പിശാച് എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പേടിയാണ്, മാതാപിതാക്കൾക്ക് ഒരു പേടിയാണ്. ശവക്കോട്ടയുടെ വഴിയിലൂടെ കടന്നുപോകാൻ പേടി. പിശാചുണ്ടെന്ന്. ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ, വെള്ളത്തിൽ ചാടിയാൽ, ആരെങ്കിലും മരിച്ച വീട് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുന്ന കുട്ടികൾ, മുതിർന്നവർ. പിശാച് എന്ന് കേൾക്കുമ്പോൾ കിടുകിട വിറയ്ക്കുന്നവർ. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ഈ പിശാചിനെ ഒന്നും ഭയപ്പെടരുത്. പിശാചെന്ന് പറയുന്ന ആൾ രൂപമുള്ള നമ്മളെപ്പോലെ മാംസവും ശരീരവും എല്ലും ഒന്നും ഉള്ളവനല്ല. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പിശാചിനെ അവൻ ഭയപ്പെടരുത്. പിശാചുണ്ട് എന്ന് പറയുന്ന ശക്തിയുണ്ട്. അതിന്റെ സ്വഭാവം മനുഷ്യനിലൂടെ പ്രകടമാക്കുന്നത്. അവൻ മനുഷ്യനിലേക്ക് പ്രവേശിച്ച് മനുഷ്യൻ തന്നെയാണ് ചില സമയം പിശാചായി മാറുന്നത്. അങ്ങനല്ലേ? ചിലപ്പോൾ നിങ്ങൾ തന്നെ പിശാചായി മാറും. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ രീതി, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിത സാഹചര്യം നോക്കാൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്വഭാവം ത്യജിച്ചിട്ട് നിങ്ങൾ പിശാചികളെ പോകലാകാറും. അങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ട് അല്ലേ? എനിക്കിതൊക്കെ നല്ല അനുഭവമാണ്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് അതൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഭൂതവിളകും. യേശുക്രിസ്തു ഭൂമിയിലായി 33.5 തിരുവയസ്സ് ഈ ഭൂമി ജീവിച്ചപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ പോലും യേശുവിന് ഭൂതവിളകി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശുവിന് ഭൂതമിളകി യേശുക്രിസ്തുവിന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കാൻ, യേശുക്രിസ്തുവിന്റെ മേലുള്ള ഭൂതത്തെ ശാസിക്കാൻ ഉലകത്തിലൊരുവനെയും അന്ന് കഴിഞ്ഞില്ല. കാരണം യേശുവിന്റെ മേൽ ഭൂതമില്ല. അല്ലേ? എന്നാൽ ഇന്നത്തെ ദൈവസഭയിലേക്ക് വന്നാലോ, ആ ഭൂതമില്ലാതെ ഭൂതത്തെ പിശാചിനെ ജയിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള ദൈവമക്കൾ സഭയ്ക്കകത്ത് വന്നാലോ, പ്രാർത്ഥനയെ കൊണ്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ കുരുവിറുപ്പ് ഇറങ്ങും, അനങ്ങാൻ തുടങ്ങും, തുള്ളാൻ തുടങ്ങും, ജെളിവിരി കൊള്ളാൻ തുടങ്ങും, ആടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. പിന്നെ ഭൂതവിളകി എന്തെല്ലാം കാണിക്കുന്നത്. പിടിക്കാൻ ഒരാളെ അത് വോളണ്ടിയേഴ്സിനെ വെച്ചിരിക്കുക. ഭൂതവിളെ പിടിക്കാൻ വേണ്ടി സൗകര്യന്മാരെ വെച്ചിരിക്കുക. പിന്നെ പുറകിൽ നിന്ന് തുള്ളി മുമ്പിൽ ചെല്ലും, മുമ്പിൽ തുള്ളി പുറകെ ഒരു ഇടയ്ക്കോട്ടത്തുള്ള വകുപ്പ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരിയോട് പറയുക, എന്റെ പാസ്റ്റർ സഭയിൽ പോയി ആരാധിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചെന്താ? പുതിയതായിട്ട് കുറച്ചു പേര് വന്നിട്ട് അവരങ്ങോട്ട് പുറകിൽ നിന്ന് അങ്ങോട്ട് തുള്ളി വെളിച്ചപ്പാട് തുള്ളുന്നവരങ്ങ് തുള്ളി അവരങ്ങ് മുമ്പിലേക്ക് വരും. ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മകളാണെങ്കിൽ ആഭിചാരൻ യാക്കോബിന് പറ്റുകയില്ല. രക്ഷത്തിൽ ഇസ്രായേൽ ഭരിക്കുകയില്ല. സംഖ്യാപുസ്തകം 23 പ്രകാരം വായിച്ചാൽ നിന്റെ മേൽ ഭൂതം എവിടെ വന്നു? നീ എങ്ങനെയാണ് പിശാചി നിന്റെ അടിമയാക്കിയത്? നിന്റെ സ്വഭാവം കൊണ്ടാണ്, നിന്റെ രീതി കൊണ്ട് പിശാചി നിന്നെ അടിമത്തത്തിലേക്ക് പോയി. നിന്റെ ഉള്ളിൽ പിശാചി കയറി. അപ്പം ഇന്നത്തെ കാലത്ത് ദൈവമക്കളുടെ മേലുള്ള ഭൂതത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് ഭൂതശാന്തിക്ക് ഡോക്ടറേറ്റ് എടുത്തവരാണെന്നും പറഞ്ഞ് കുറെ ഞൊടുക്കുവേല കൊണ്ട് കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭൂതം ഉണ്ടെന്ന് അഭിനയിക്കാൻ വേണ്ടി തന്നെ സഭയിൽ വരുന്ന സഹോദരിമാരുണ്ട്. സഹോദരന്മാരത്രയൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് സഹോദരന്മാരെ ഏറ്റവും മിടുക്കന്മാരെ. ഈ സഹോദരിമാർ എന്ത് പറഞ്ഞാലും ഭൂതം വിളകുന്നതിനകത്ത് ഭൂതം ഇളകുന്നതിനകത്ത് 1ാം നമ്പർ സഹോദരിമാരാണ്. ഹല്ലേലൂയ, സ്തോത്രം കേട്ടാൽ മതി, യേശുവിന്റെ രക്തം കേട്ടാൽ മതി, അപ്പം തന്നെ ഭൂതം ഇളകാൻ തുടങ്ങും. അതെന്താ ആത്മാവത്? എവിടെ രക്ഷിക്കപ്പെട്ടത്? എവിടെ സ്നാനപ്പെട്ടത്? ഏത് സഭയിലാണ് കൂടി വരുന്നത്? ഏത് സഭയിൽ ആരാധിക്കുന്നത്? ഏത് വാസ്തവങ്ങളെ നടത്തുന്നത്? ഹല്ലേലൂയ. ഏത് സഭയുടെ ഏത് ഡിനോമിനേഷന്റെ അംഗങ്ങളാണ് വന്ന് സഭയിൽ ഇരുന്നവരുടെ ഭൂതം ഇളകുന്ന വിശ്വാസി? നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. നീ മാനസാന്തരപ്പെട്ടിട്ടുമില്ല, രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടാതെ ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന്
ഭൂതമുണ്ടെന്ന് അഭിനയിച്ച് നീ പേരെടുക്കാൻ നീ വൈറലാകാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വൈറലാകാൻ ശ്രമിക്കുകയാണ്. പലരും നീ ഭൂതമിളകി ഇതിന്റെ മേൽ ഭൂതമുണ്ടെന്ന് വൈറലാക്കുക. പിന്നെ എല്ലാവരും ഇത് അവക്ക് ഭൂതമുണ്ട് കേട്ടോ, അവക്ക് ഭൂതമുണ്ട്, അവരുടെ മേൽ പിശാചുണ്ട്. ലേരിയ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴേ 33 തിരുവയസ്സാന്റെ ശുശ്രൂഷ ഒരിക്കൽ പോലും യേശുവിന്റെ മേലുള്ള ഭൂത വിളക്കാൻ ഞാൻ മുമ്പേ അവിടെ ഉലകത്തിൽ ഒരുത്തിനും ചെന്നിട്ടില്ല. യേശുവിന്റെ ഭൂതമില്ല. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ വീണ്ടെടുപ്പ് പ്രാപിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് നീ വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണെങ്കിൽ നയിക്കുന്നത് നിന്റെ മേലിൽ ഭൂതം കാണത്തില്ല. ഭൂതമുണ്ടെന്ന് പറഞ്ഞ് ഭൂത അഭിനയത്തിന് വേണ്ടി നീ സഭയിൽ വരരുത്. ഈ വീട്ടിലിരിക്കുന്നേ ഭൂതം അഭിനയിക്കാൻ വേണ്ടി വരിക സഭയ്ക്കകത്ത്. എന്നിട്ട് സഭയുടെ ആരാധന അലങ്കോലപ്പെടുത്തുക. അത് കണ്ട് രസിക്കാൻ കുറച്ച് ആൾ പിടിക്കാൻ വേണ്ടി കുറച്ച് വോളണ്ടിയേഴ്സ്, ഭൂതത്തെ ശാസിക്കാനും ഭൂതത്തെ ശുശ്രൂഷിക്കാനും കുറെ ദേവദാസന്മാർ. എന്നിട്ട് ഭൂതമില്ലാന്ന്, ഭൂതമൊക്കെ ഉള്ളതുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഭൂതമൊക്കെ യഥാർത്ഥത്തിൽ ഭൂതമുള്ള വിശ്വാസികളും ഒക്കെ ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ചിലരൊക്കെ അഭിനയമാണ്. ഞാനൊരു മീറ്റിംഗ് പങ്കെടുത്ത ഒരു സഹോദരി 2 കാലും പറിച്ച് ചാടുക, 2 കാലും പറിച്ച്. അപ്പോൾ ഒരു മീറ്റിംഗിൽ ആ ദേവദാസൻ ശാസിച്ച ഭൂതത്തെ ഇളകി വീണ്ടും വൈകിട്ട് വീണ്ടും അത് തന്നെ. അപ്പോഴും ശാസിച്ചു, വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ. അതൊക്കെ എന്ത് ഭൂതമാണ്? ഈ വള്ളി ചുറ്റി ചാടുമല്ലേ പിള്ളേരിങ്ങനെ ഈ കയറ് ഇറക്കി കാലിന്റെ പുറകെ കൂടെ എടുത്ത് തന്നെ. അതിനകത്ത് ഒരു പറച്ചിലുണ്ടല്ലോ, എനിക്ക് വള്ളി ചാട്ടോ എന്ന് പറഞ്ഞവരെ ചെല്ലല് സഭയിൽ വന്നാൽ അങ്ങനെയാണ് ചെല്ലല്. ലജ്ജാവഹം. അല്ലേരിയ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. നാം സ്വീകരിച്ചു പറയുന്നത് എന്താണ് പറയുന്നത്? നാം സ്വീകരിച്ചു പറയുന്നത് മറ്റൊരാളല്ല, നിനക്ക് വേണ്ടി മറ്റൊരാളല്ല സ്വീകരിച്ചു പറഞ്ഞത്, നീ സ്വീകരിച്ചു പറഞ്ഞ. അതുകൊണ്ടാണ് പൗലോസ് ചേർത്ത് നാം സ്വീകരിച്ചു പറയുന്ന ആ മഹാപുരോഹിതനും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നീ മാനസാന്തരപ്പെട്ടപ്പോൾ, നീ രക്ഷിക്കപ്പെട്ടപ്പോൾ നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയില്ല. യേശുവിനെ നോക്കിയത് ഈ ലോകത്തെയാണ് നോക്കിയത്. അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിന്റെ മേലുള്ള അഭിഷേകം എന്ന് പറയുന്നത് ദുരാത്മാവിൻ്റെതാണ്. നീ പറയുന്ന അന്യഭാഷയും ശരിയല്ല. അല്ലേരിയ. ഭൂതമുള്ളവര് അല്ലേയ യഥാർത്ഥത്തിൽ അന്യഭാഷ സംസാരിക്കും. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേര് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടിയിരുന്ന വീട് കുലുങ്ങത്തക്ക ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെട്ടു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന അവർ ഓരോരുത്തരും പതിഞ്ഞു. പരിശുദ്ധന്മാരുടെ മേൽ വന്നു. അവരെല്ലാവരും പരിശുദ്ധന്മാർ അന്യഭാഷയിൽ സ്തുതിച്ചു. അത് യഥാർത്ഥ അന്യഭാഷയാ കേട്ടോ. യഥാർത്ഥ അന്യഭാഷയിൽ ആരാധിച്ചു. അവരുടെ മേലൊന്നും ഭൂതമില്ലായിരുന്നു. 120 പേരും ഭൂതമില്ലായിരുന്നു. അവരെല്ലാം യേശുവിന്റെ അമ്മയായ മറിയടക്കം അന്ന് 120 അഭിഷേകം പ്രാപിച്ച് അവരുടെ ശുശ്രൂഷ തികച്ച് അവർ മരിച്ച് മണ്ണിൽ ഉറങ്ങുകയാണ്, വിശ്രമിക്കുക, നിദ്ര കൊള്ളുക. ഹല്ലേലൂയ. അപ്പം പിശാചിനെ നിങ്ങൾ ജയിക്കണം. പിശാചിനെ. 6ാമത്തെ മരണം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു മരണമുണ്ട്. ജഡത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് ഒരു മരണമുണ്ട്. ആ മരണം എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നതാണ്. അല്ലേ? എല്ലാ മനുഷ്യരുടെ മരിച്ചേ പറ്റുള്ളൂ. എല്ലാ മനുഷ്യനും മരിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് മരണമുള്ളത് കൊണ്ട് നമ്മൾ പാപ ശരീരത്തിൽ വീഴരുത്. പ്രൈസ്. പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും. പാപത്താൽ നമുക്ക് മരണം സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ ആത്മീയമായി നാം പാപസമ്മതമായി മരിക്കുക. നമ്മൾ മരണമെന്ന് പറഞ്ഞ് നമുക്കുണ്ട്. ആ മരണം ദൈവം തന്നതാണ്. എങ്കിലും മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നീ പാപം ചെയ്യുമ്പോൾ അതൊരു മരണമാണ്. പ്രൈസറോ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ വരുന്ന റോമലേഖനം 6:1 വായിച്ച കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ 6ാമത്തെ കാര്യം, യേശു മരണത്തെ ജയിച്ചു. യേശു മരണത്തെ ജയിച്ചു. റോമൻ ജനതയും റോമൻ പടയാളികളും യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം കൂടെ കൂടി 5 അരമനകളിൽ അവരെ മാറി മാറി വിസ്തരിച്ചു. അവൻ നിരപരാധി എന്ന് കണ്ടിട്ടും അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തു വിളിച്ചു. അവസാനം പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഗോൽഗോത്തയിൽ കാൽവരിയിൽ കൊണ്ട് കാര്യനിർമ്മാണികൾ മരക്കുരിശിൽ തറച്ചു. അവനെ കൊന്നു. ഹല്ലേലൂയ. അവനെ കല്ലറയിൽ വെച്ചു. 3ാം നാൾ യേശു അതിശക്തിയോട് ഉയർത്തെഴുന്നേറ്റു. അവൻ മരണത്തെ ജയിച്ചു. പ്രൈസ്. പാതാളത്തെ ജയിച്ചു. 7ാമത് യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയോത്സവമാടിയവനാണ് യേശു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന ഹല്ലേലൂയ മഹാപുരോഹിതനും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം.
യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവം മാറ്റങ്ങൾ തരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നീ ഏത് വിഷയത്തിൽ തന്നെ ഭാരപ്പെട്ട് മനം കലങ്ങി കണ്ണുനീരോട് കൂടിയിരിക്കുന്നു, അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രശ്നസങ്കീർണമായ വിഷയങ്ങൾ എത്ര ഭയാനകമായിരുന്നാലും, അതെത്ര കഠിനമായ ശോധനയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും ദൈവം നിനക്കൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കും. ഇന്ന് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾക്ക്, നിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ദൈവം ഒരു മാറ്റത്തെ തരാൻ ആഗ്രഹിക്കുക. എങ്ങനെ? നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആ പാദാന്ത്യത അവിടെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവന്റെ കരുണ നമ്മോട് വലുതായിരിക്കും, ദൈവത്തിന്റെ കരുണ. അപ്പൊ യേശു ഏതിനൊക്കെ ജയിച്ചു? ഒന്ന് യേശു പാപത്തെ ജയിച്ചു, 2 വ്യാധിയെ ജയിച്ചു, 3 രോഗത്തെ ജയിച്ചു, 4 പ്രകൃതിയെ ജയിച്ചു, 5 പിശാച്, 6 മരണം, 7 പാതാളം. ഈ 7 കാര്യങ്ങൾ ജയോത്സവം കൊണ്ടാടിയനാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത്. ലോകത്തിലുള്ള നേതാക്കന്മാരെ ഒന്നും നമ്മൾ അനുഗമിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ലോകത്തിലുള്ള മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന പലരെയും നിങ്ങൾ ജനപ്രിയ നായകന്മാരുടെ ജനപ്രിയരാണെന്നൊക്കെ പറഞ്ഞ് അവരെ നിങ്ങൾ നോക്കിയത് കൊണ്ടൊന്നും നിനക്ക് നിത്യത കിട്ടത്തില്ല, സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. പ്രൈസലോ. നീ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ നോക്കണം. എന്താണ് സ്വർഗരാജ്യത്തിൽ പോകാൻ യേശുക്രിസ്തുവിനെ നോക്കണമെന്ന് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ചിലർക്ക് ചോദിക്കും, യേശുക്രിസ്തുവിടെ ഇല്ലാതെ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ കൂടെ മാത്രമേ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ കുറുക്കു വഴികളൊന്നുമില്ല, പിന്നാമ്പുറമൊന്നുമില്ല, പിന്നിൽ കൂടെ ഒന്നും വന്ന് കയറാൻ പറ്റത്തില്ല. ചിലർക്ക് കാണില്ലേ പിന്നിലൂടെ വന്ന് കയറി സഭായോഗം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് വേണം, ആരും കാണാതെ പമ്മി കീറി വന്നിരിക്കുന്ന വിദ്വാൻമാരെ, സ്ത്രീകളെ കണ്ടില്ലേ, കുട്ടികളെ കണ്ടില്ലേ? അങ്ങനെ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ ആരും കാണാതെ ഞാൻ താമസിച്ചാ വന്നതെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി പുറകെ കുറുക്കൻ പമ്മി വരുന്നവരെ വന്ന് കയറത്തില്ലേ? അങ്ങനെയൊന്നും സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. നാം ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അത് യേശുവിനെ ശ്രദ്ധിച്ച് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ യോഹന്നാന്റെ നിമിഷം 14-6 വാക്യം വായിച്ചാൽ മതി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയില്ല. അപ്പൊ യഥാർത്ഥം വഴിയും സത്യവും ജീവനും യേശുവാണ്. അപ്പം വഴിയും സത്യവും ജീവനും നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നെങ്കിൽ മാത്രമേ, ആ യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. മരിച്ചുപോയ മനുഷ്യന് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, ആചാരങ്ങൾ ചെയ്താലും, മരിച്ച മനുഷ്യന് വേണ്ടി നോമ്പ് നോക്കിയാലും, മനുഷ്യന് വേണ്ടി പാപത്തിന് പരിഹാരം നടത്തിയാലും, പാപപരിഹാര ക്രിയകളൊക്കെ മരിച്ചവർക്ക് വേണ്ടി ചെയ്താലും, അല്ലൊരു വർഷാന്തരത്തിൽ അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തങ്ങളെ ചെയ്താലും, മരിച്ചുപോയ മനുഷ്യന് ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തിക്കാൻ ഭൂമിയിലെ ഒരു ശുശ്രൂഷയ്ക്കും കഴിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചത് വരാം. ഹല്ലേലൂയ. ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയണം. ഞാനും നിങ്ങൾ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞിട്ട്, പാപങ്ങളെ കുറിച്ച് ബോധ്യം വന്ന് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുമ്പോൾ നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റു പറയണം. ആരോട്? പള്ളിയിലെ പുരോഹിതനോടല്ല പാപം ഏറ്റു പറയേണ്ടത്, സഭയിലെ പാസ്റ്ററോടല്ല ഏറ്റു പറയേണ്ടത്. പള്ളിയിലെ പുരോഹിതന്റെ മുമ്പിൽ വന്ന് കുമ്പസാരിച്ച് പാപം ഏറ്റു പറഞ്ഞാലും, സഭയിലെ പാസ്റ്റർക്ക് വന്ന് പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും പാപത്തിന് പരിഹാരം കിട്ടത്തില്ല. ഒരു പാസ്റ്റർക്കോ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പാപത്തെ ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ആ പാസ്റ്ററും ഈ പുരോഹിതനും നിങ്ങളെപ്പോലെ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നയാളാണ്, ജഡത്തിൽ ജീവിക്കുന്നയാളാണ്. ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ ഉള്ളിൽ പാപമുണ്ട്. എത്ര വിശുദ്ധനായി മാറിയാലും, വിശുദ്ധനായി രോഗം പ്രഖ്യാപിച്ചാലും, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പാപമുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് പാപത്തിന് പരിഹാരം തരാൻ കഴിയില്ല. പാപത്തെ പരിഹരിക്കാൻ കഴിയുന്നവൻ, പാപത്തിന് പരിഹാരം നൽകുന്നവൻ യേശുക്രിസ്തു മാത്രം. ഏത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുന്ന യേശു മാത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സ്വീകരിച്ചു പറയുന്ന യേശുവിനെ നോക്കണം. അതുകൊണ്ടാണ് ഇന്ന് അനേക സമാധാനമില്ലാതെ ജീവിക്കുക. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. അനവധി കുടുംബങ്ങൾ പരാജയത്തില, സങ്കടത്തില, കണ്ണുനീരില്ല.
ഹല്ലേലൂയ. അനേകം നിരാശയോടെ ജീവിക്കുക. ഞാൻ എന്തിനാണ് ഈ ഭൂമി ജനിച്ചത്? ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? അങ്ങ് മരിച്ചാ മതിയായിരുന്നു. കർത്താവ് എന്നെ അങ്ങ് എടുത്തോണനെ. ഞാൻ മടുത്തു, നിരാശപ്പെട്ടു, ഇനി എനിക്ക് ജീവിതം വേണ്ട എന്നൊക്കെ നിരാശയുടെ വാക്കുകൾ വിളിച്ചു പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലേ. അതൊക്കെ നമ്മുടെ ജഡത്തിന്റെ ചിന്തകളാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് ജനിച്ചത്? എനിക്കൊരു സന്തോഷവുമില്ല, എനിക്കൊരു സമാധാനമില്ല, എന്റെ ഹൃദയം കലങ്ങിയ, എനിക്ക് എപ്പോഴും നിന്ദകളാണ്, അപമാനങ്ങളാണ്, പരിഹാസം, എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നു, ഞാൻ പോയി മരിക്കാൻ പോവുക എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളെ, നീ മരിച്ചതുകൊണ്ട് ഭൂമി ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു പ്രയോജനമില്ല. ഈ ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാരോടും കുട്ടികളോടും പറയും, നിങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രയോജനം. നീ അങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. നീ ആത്മഹത്യ ചെയ്ത് നീ അങ്ങ് മരിച്ചെന്നുള്ളൂ. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുന്ന കുറച്ചു കാലം കഴിയുമ്പോൾ അവന് നിന്നെ പോലും മറന്നു. പക്ഷെ നീ ആത്മഹത്യ ചെയ്ത് നിന്റെ ഗതി എന്താണ്? ആത്മഹത്യ ചെയ്ത ഗതി മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് ജഡം മാത്രമേ മണ്ണിലേക്ക് ചേരുന്ന നിന്റെ ആത്മാവുണ്ടല്ലോ, അതിന് മരണമില്ല. ആ ആത്മാവ് നീ ആത്മഹത്യയിലൂടെ നിന്റെ ആത്മാവിനെ നശിക്കും. ആത്മാവ് നരകത്തിലേക്ക് ചെല്ലുക. നരകക്കടലിൽ ചെന്നിട്ട് നിത്യത മുഴുവൻ കോടാനുകോടി വർഷങ്ങൾ കണക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിന്റെ നിത്യത മുഴുവൻ കെടാത്ത തീ ചാകാത്ത പുഴുവുള്ള ആ നരകക്കടലിൽ കിടന്ന് നീ യാതന അനുഭവിക്കും. അവിടെ വെച്ച് ഈ ഭൂമിയിലായിരുന്നു എനിക്ക് ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ വിഷം കുടിച്ചും ആത്മഹത്യ ചെയ്തും തൂങ്ങിച്ചത്തും വണ്ടിയുടെ മുമ്പിൽ ചാടിയും ട്രെയിനിന്റെ മുമ്പിൽ ചാടിയും ആറ്റിച്ചാടിയും പുഴച്ചാടിയും മണ്ണ വീഴ്ചയും പെട്രോൾ കത്തിച്ച് ആത്മഹത്യ ചെയ്ത് ഒരുപാട് പേരുണ്ട്. നരകത്തിൽ കിടക്കുക ഇപ്പോഴും കേട്ടോ. ഒറ്റയോണം സ്വർഗത്തിന്റെ പരിപാലനം പോലും കാണത്തില്ല. ഇവിടെ അനുഭവിച്ചാൽ എത്രയോ മടങ്ങ് നീ അനുഭവിക്കാൻ പോകുന്നേ. ഇവിടെ ചെറിയ ചെറിയ കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നീ ഓടിച്ചത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രിയ സഹോദര സഹോദരി. അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രയോജനമില്ല. നീ ആരെ തോപ്പിക്കാനാണ് നീ ആത്മഹത്യ ചെയ്ത്? അതുകൊണ്ടും ഇവിടെ പ്രയോജനമില്ല. ഭാര്യ ഭർത്താവിനെ തോപ്പിച്ച് ആത്മഹത്യ ചെയ്ത് ഭർത്താവിന് വേറെ പെണ്ണ് കിട്ടുമെന്ന്, അതിന് ഭാര്യയെ തോപ്പിച്ച് ഭർത്താവ് ആത്മഹത്യ ചെയ്ത് ഭാര്യയ്ക്ക് വേറെ ചെറുക്കം കിട്ടുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മഹത്യയൊന്നും പരിഹാരമല്ല. പലരും തങ്ങളുടെ ജീവിതം നിരാശ എന്നവിടെ. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. കടക്കെണി വന്നു ആത്മഹത്യ ചെയ്തേക്കാം. എന്താ പ്രയോജനം? ബിസിനസ് തകർന്നു ആത്മഹത്യ ചെയ്തേക്കാം. ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തേക്കാം. കൈക്കൂലി വാങ്ങി ആമി പിടിച്ചു. അപ്പോൾ ഇനി ജീവിത രക്ഷ നാണെങ്കിലും ആത്മഹത്യ ചെയ്തേക്കാം. അതുകൊണ്ടൊക്കെ നിനക്ക് തന്നെ. പണ്ടുള്ള പഴമക്ക എലിയെ തോപ്പിച്ചില്ല ചുട്ടാല് എലിക്കെന്തോ എലിയാടിപ്പോയി. അതെന്താ അതിന്റെ കഥയെന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ, എലി വരുമ്പം വലിയ വല്ലക്കോട്ട എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു. അതെടുത്ത് എലിയുടെ മൂടി വെക്കും. ഈ കൊട്ടയുടെ അടിയിൽ നിന്ന് എലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എലിയെ കൊട്ട തുറന്നാൽ ഈ കൊട്ട തുറന്നാൽ എലി ആടിപ്പോയി. അതിന് ഇല്ലത്തിനങ്ങ് തീ കിട്ടും. അത് കത്തി കഴിഞ്ഞപ്പോൾ അതിന് എലിക്ക് ആടി വെച്ച എവിടെ അതതിന്റെ പണി നോക്കിപ്പോയി എന്ന് പറഞ്ഞാൽ, നീ നിന്നെ തന്നെ തകർക്കരുത് കേട്ടോ. നിനക്കൊരു ജീവിതം ദൈവം വെച്ചിട്ടുണ്ട്. നിനക്കൊരു സമാധാനം ദൈവം വെച്ചിട്ടുണ്ട്. നിനക്കൊരു സന്തോഷം, നിന്റെ കുടുംബത്തിൽ ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ പരാജയത്തെ മാറ്റാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീര് മാറ്റുക. നീ ഇന്ന് കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. നിന്നെ കൈപിടിച്ച് ഉയർത്താൻ നീ ആഗ്രഹിക്കുക. എവിടെയെല്ലാം നീ പരാജയപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് എവിടെയെല്ലാം നീ തലകുനിക്കേണ്ടി വന്നോ, അതിന്റെ നടുവിൽ നീ യേശുവിലേക്ക് വന്ന് അവനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്നെ നിന്ദിച്ചുടമത്തി യേശു ഉയർത്തും. ഹല്ലേലൂയ. നിന്റെ പ്രതികൂലത്തെ ദൈവം മാറ്റും. 136 സംഗതി 23 വാക്യം എന്താണ് പറയുന്നത്? നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതേ സഹോദര സഹോദരിയുടെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്ന ജയിക്കുന്നവന് കർത്താവിനോട് കൂടി ഇരിക്കാനുള്ള വരം കിട്ടും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-21 വാക്യത്തിലാണ് ഇത് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-21 വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആമീൻ പാപത്തെയും ലോകത്തെയും ജഡത്തെയും പിശാചിനെയും മരണത്തെയും എല്ലാം ജയിച്ച് യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ യേശു സിംഹാസനത്തിലിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ ജയിച്ച് നിങ്ങൾക്കും സിംഹാസനത്തിൽ ഇരിപ്പാൻ ദൈവം കൃപ നൽകും. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമി 33 തിരുവയസ്സ് ജീവിച്ചു, ജയം ഭരിച്ചു, ജയം ശോഭിച്ചു. അല്ലെ പിതാവ് യേശുവിനെ മാനിച്ച് സകല നാമത്തിന് മേലായ നാമം നൽകി. ഫിലിപ്പിലേഖനം 2:10 വായിച്ചാൽ കാണാൻ കഴിയും. 11 സകല നാമത്തിന് മേലായ നാമം യേശുവിനെ നൽകി. അതേ സഹോദര, നീ ലോകത്തെ ജയിക്കണം. യേശുവിനെ നോക്കുന്നെങ്കിൽ സകലർക്കും ഇത് നിന്റെ ദൈവം ഉന്നതനാകും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ ദുരിതങ്ങളൊക്കെ മാറും കേട്ടോ. ഇന്ന് പകൽ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സഹോദരൻ, പ്രാർത്ഥിക്കുവാൻ അമ്മ പറയുന്ന സഹോദരനോട് പറയട്ടെ, ദൈവം നിന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകും. ദൈവം നിന്നെ മാനിക്കും, നിന്റെ സങ്കടങ്ങളെ മാനിക്കുന്നില്ല. ഒരിക്കലും ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാണ് ഇബ്രായലേഖനം 13:5 പറയുന്നത്. നമ്മളെ കൈവിട്ട് കളയാതെ, നമ്മെ ഉപേക്ഷിച്ച് കളയാതെ നിന്റെ നീറുന്ന മനസ്സിനെ മാനിക്കുന്നൊരു ദൈവമാണ്. അവരുടെ മഹാപുരോഹിതനും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. ഹല്ലേലൂയ. അപ്പൊ യേശു സകലത്തെ ജയിച്ചു. യേശു പറയുക, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. പിതാവിന്റെ സിംഹാസനം വളരെ നീണ്ടതാണ്. പിതാവിന്റെ സിംഹാസനം അത്ര നീണ്ടതാണ്. ഈ സിംഹാസനം യേശുക്രിസ്തു മരിച്ചു ഉയർത്തിന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തെയും പാപത്തെയും ജഡത്തെയും മരണത്തെയൊക്കെ യേശു ചെല്ലുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ വലത്തുഭാഗം നിങ്ങളെ ഇരുത്തുന്ന. അപ്പൊ സിംഹാസനം ഇരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു, അതിന്റെ വലത്തുഭാഗത്തേക്ക് നമ്മളെയൊക്കെ നിരത്തി ഇരുത്തണമെങ്കിൽ അവന്റെ സിംഹാസനം എത്ര ഭയങ്കരമായിരിക്കും അല്ലേ. നമുക്കതൊക്കെ ഊഹിക്കാനേ പറ്റുള്ളൂ, കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തോന്നി. ഇത് നമുക്ക് ദൈവജനത്തെ വെളിപ്പാടിലൂടെ പരിശുദ്ധമായ യോഗനം നൽകുന്നതാണ്. അപ്പൊ നമ്മളത് കണ്ടു വേണം ജീവിക്കാൻ. നമ്മുടെ അല്ലെങ്കിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ആ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ ചില ഉന്നതന്മാരോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ പുള്ളിയുടെ കൂടെ ഇരിക്കാൻ പറ്റി, ഒരു സീറ്റ് കിട്ടി, ഞാൻ ആ പുള്ളി ഇരിക്കുക ഇരുന്നത്. ചില രാഷ്ട്രീയം നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഇരിക്കെ പോയി, നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആമിസ്വോത്ര വലിയ നരേന്ദ്രമോദിജിയുടെ ഇരിക്കെ പോയി പുള്ളിയോടൊപ്പം ചേർന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമല്ലേ. ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഹല്ലേലൂയ, ആ പ്രസിഡന്റ് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. അങ്ങനെ നമ്മുടെ പ്രസിഡന്റിനോടൊപ്പം ചേർന്നിരിക്കുക, പ്രസിഡന്റിനൊപ്പം ചേർന്ന് നിൽക്കുക, ഒരു സെൽഫി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ അപ്പൊ അത്രയും സന്തോഷം നമുക്ക് ഭൂമിയിലെ ഒരു നേതാവിനോടൊപ്പം ചേർന്ന് നമുക്ക് അത്രയും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതമായിരിക്കും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. നീ ഭൂമിയിൽ നിന്ന് എന്റെ ജീവിതത്തിന്റെ കാലാവധി നീ ഇവിടെ മരിച്ചതിന്റെ ആത്മാവ് നിത്യതയിൽ എത്തുമ്പോൾ നാം സ്വീകരിച്ചു പറഞ്ഞ ഭൂമിയിലെ സകല നേതാക്കന്മാരെക്കാൾ ഉന്നതനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് നമ്മൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിക്ക് കിട്ടിയ സന്തോഷമാണോ അത്? എത്ര വലിയ സന്തോഷം എന്ന് ഓർത്തു വയ്ക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഈ വചനം വായിച്ചു, ഞാൻ കർത്താവ് ഞാൻ ഭൂമി പല ഉന്നതന്മാരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇരുന്നിട്ടുമുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ സന്തോഷമാണ് എനിക്ക് എന്റെ നിത്യതയിൽ അങ്ങയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് എനിക്കിനി ഭൂമിയിൽ ഒരു നേതാക്കന്മാരും വലത്തുഭാഗത്തിരിക്കാൻ കൊതിയില്ല. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ഇട്ട് പറയും, കർത്താവ് എനിക്കിനി അങ്ങയുടെ വലത്തുഭാഗത്തിരുന്നാൽ മതി. ഇവിടെ ഞാൻ ആക്ഷരികമായി ഞാൻ യേശുവിന്റെ വലത്തുഭാഗത്തിരിക്കുക. ഞാൻ ഭൂമിയിലാണെങ്കിലും ഭൂമിയിൽ നിന്ന് സൂക്ഷിക്കുന്ന ഈ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് എന്റെ പാപത്തെ അവയെ കഴുകി വെടിപ്പാക്കി കർത്താവ് എന്റെ പാപത്തെ ഉയർത്തി ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തിരിക്കുന്ന എഫേസ്യരിലേക്ക് നമ്മൾ വായിക്കും കാണുന്നത്. അപ്പൊ ഞാനിവിടെ ആത്മീയമായിട്ട് ചിന്തിക്കും, ഞാൻ ആക്ഷരികമായിട്ട് ചിന്തിച്ചാലും ഞാനിവിടെ യേശുവിനോട് കൂടെ. പക്ഷേ അതിന്റെ പൂർത്തീകരണം സ്വർഗത്തിൽ കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പുത്രനായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ നിങ്ങൾ വിരിക്കും എന്നത് എത്ര വലിയ ഭാഗ്യമല്ലേ. പുത്രനായിരിക്കുന്ന യേശുവിനോടൊപ്പം നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്. അല്ലേ, നിങ്ങൾ ജയം വരിക്കില്ലേ എന്ന് മുഴുവൻ സ്വർഗവും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. യേശു നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭൂമിയിൽ യേശു സകലത്തെ ജയിച്ചതുപോലെ നിങ്ങൾ ജയം വരിച്ചവനായി ജയാളിയായി എന്റെ അരികിലേക്ക് വരത്തില്ലേ. എന്റെ സിംഹാസനത്തിൽ നിനക്ക് വേണ്ടി സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. എന്റെ വലതുഭാഗം നിനക്ക് ഇരിക്കാൻ ഇടമുണ്ട്. ഞാൻ നിനക്കൊരു സീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് സ്വർഗം ശ്രദ്ധിച്ചു നോക്കിയ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വിമാനത്തിൽ കയറണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുന്ന പോലെ നമ്മൾ KSRTC മറ്റു ബസ്സുകളിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുന്ന പോലെ നമ്മൾ പലതിനും സീറ്റ് ഉറപ്പിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുമ്പേ മരിച്ചിറക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് നമുക്കൊരു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അവന്റെ വലത്തുഭാഗത്ത് സിംഹാസനം സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കർത്താവിക്ക് നീ ലോകത്തെ പാപത്തെ ജയിച്ചിട്ട് എന്നാണ് നീ ഇങ്ങോട്ട് എത്തുന്ന അന്ന് നിനക്ക് ഞാൻ ഈ സീറ്റ് തരും. അതൊരു ഭാഗ്യമാകട്ടോ. എന്റെ ഒരു രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ ഭൂമിയിൽ ഇതിന്റെ അരാജകത്വം പറഞ്ഞ ആ ജീവിതമൊക്കെ കടിപിടി കേസുകളും തല്ലും പേകളും കള്ളും കഞ്ചാവും മയക്കും എന്നോട് ജനിക വ്യഭിചാര പരസംഗ ദുഃഖാമ തുറന്നുറപ്പിന്റെ അശുദ്ധിയുടെ എല്ലാ ജീവിതം വിട്ടിട്ട് നീ യേശുവിന്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്ക് മനസ്സിലാവും. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതം കഷ്ടം മാറും. ഇന്നും കഷ്ടതയാണ്, ഇന്നും സങ്കടമാണ്. ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ സന്തോഷമില്ല, പരസ്പരം മിണ്ടാട്ടമില്ല, പരസ്പര സഹകരണമില്ല, ഒന്നിച്ച് യാത്ര പോകത്തില്ല, ഒന്നിച്ച് നടക്കത്തില്ല, എല്ലാത്തിനും പിറുപിറുപ്പാണ്. എന്താണ്? യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ട് സാത്താനിന്റെ കുടുംബത്തിനകത്ത് ചിന്ന ഭിന്നമായ അനുഭവങ്ങൾ കൊണ്ടുവരികയാണ്. അത് മാറ്റി നമ്മൾ മടങ്ങി വന്ന കാലമിനി അധികമില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് നമുക്കറിയില്ല. മരണം ഏത് സമയത്ത് നമ്മളെ എടുക്കാം. അതുകൊണ്ട് നീ മരിച്ച് മൺമറയുന്നതിന് മുമ്പേ, നീ മരിച്ച് മണ്ണായി തീരുന്നതിന് മുമ്പേ നിന്റെ ആത്മാവിന് വേണ്ടത് എന്താണെന്ന് നീ ഇവിടെ വെച്ച് തന്നെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആകയാൽ തീർച്ചയായും നിങ്ങൾ നാവിലെ ജയം പ്രാപിക്കും. നിങ്ങൾ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും കൂടെ നിങ്ങൾ സ്വർഗീയ സിംഹാസനത്തിലിരിക്കും. ലോകമഖിലവും കണ്ടത് ആനന്ദിക്കും. നിങ്ങൾ സിംഹാസനത്തിരിക്കും, ലോകമഖിലവും അത് കണ്ട് ആനന്ദിക്കും. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമുള്ള സകലരും നിങ്ങളെ കണ്ട് മഹത്വപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ, സഹസ്രാബ്ദ വാഴ്ചയിൽ ആമീൻ, യേശു കർത്താവും ദൂതന്മാരും വിശുദ്ധന്മാരുമായി ഭൂമിയെ 1000 ആണ്ട് ഭരിക്കാൻ വരുമ്പോൾ ഭൂമിയിലുള്ള സകല ജനങ്ങളും നിങ്ങളെ കണ്ട് സന്തോഷിക്കും. കാരണം നിങ്ങൾ ഈ ലോകത്തെ ജയിച്ച് കർത്താവിന്റെ സിംഹാസനത്തിലെത്തിയവരാണ്. ഈശ്വരോ ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹം മാത്രമല്ല, ലോകമഖിലം നിങ്ങളെ കണ്ട് സന്തോഷിക്കും. ഭൂമിയിലുള്ള സകല ആളുകളും നിങ്ങളെ മഹത്വപ്പെടുത്തും. ദൈവദൂതന്മാരും കെരൂബുകളും സാറാബുകളും കൈകൊട്ടി നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, ആൾക്കാരെ കൈകൊട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുക, സ്റ്റേജിലേക്ക് അണിയിക്കുന്ന പോലെ നമ്മൾ ഇവിടുന്ന് ഈ ഭൂമിയിലെ ജീവിതം പാപത്തെ, ശാപത്തെ, രോഗത്തെയും മരണത്തെയും പിശാചിനെയും പാതാളത്തെയും എല്ലാം ജയിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കൈയടിച്ച് സ്വീകരിക്കാൻ വേണ്ടി കോടാനുകൂടി ദൈവദൂതന്മാരും കെരൂബുകളും സാറാബുകളും അവിടെ നിൽക്കുക, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. സ്വപ്നം കണ്ടു നോക്കിയാട്ടോ. അതിനെക്കുറിച്ച് ദർശനം ഉണ്ടാകണം കേട്ടോ. വെറുതെ നമ്മളോട് നമ്മുടെ ജീവിതം തീർത്ത് പാഴടിച്ച് കളയരുത്. ചിലർ നിന്റെ ജീവിതം പാഴാന്നൊക്കെ പറയാം. അങ്ങനെയല്ല, നമ്മൾ വെറും പാഴായി തീരരുത്. പണ്ടൊക്കെ എന്റെ ജീവിതം അങ്ങനെ വെറും പാഴ് ചെയ്തത്. പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ഭൂമിയിലെ വാസം കഴിയും, എന്റെ ജീവിതം അവസാനിക്കും, എന്റെ മരണത്തോടെ എന്റെ ആത്മാവ് നിത്യത്തിലേക്ക് ഇരുമ്പോൾ എന്നെ കൈയടിച്ച് സ്വീകരിക്കുവാൻ ദൂതന്മാരും കെരൂബുകളും സാറാബുകളും അവിടെ ആകാംക്ഷയോട് കൂടിയിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് കർത്താവിനോട് പറയുക, നിനക്ക് വേണ്ടി ഞാൻ സീറ്റോട് ഒരുക്കിയിട്ടുണ്ട്, നീ എന്റെ അരികിലേക്ക് വരണം. നിങ്ങളോട് കർത്താവ് പറയുക, നിങ്ങൾ ഓരോരുത്തരും കർത്താവ് പറയുക, നിനക്ക് വേണ്ടി സീറ്റ് കർത്താവ് ഒരുക്കരുത്. നീ നരകത്തിലേക്ക് പോകരുത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കാൻ പോകുന്ന കർത്താവിന്റെ സിംഹാസനം എങ്ങനെയുള്ളതാണ്? അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് വായിക്കേണ്ടത്. ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നിന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1. യോശിയാവ് ഭരിച്ച കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കും. നമ്മുടെ കർത്താവിന്റെ സിംഹാസനം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം. ഹല്ലേലൂയ. മാത്രമല്ല, സ്തോത്രം, ഭൂമി അവന്റെ പാദപീഠം. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 വായിക്കും, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ഹല്ലേലൂയ. നമ്മൾ ദാനിയേൽ പ്രവാചകൻ 7:9 വരുമ്പോൾ കാണുന്നുണ്ട്, അവന്റെ സിംഹാസനം അഗ്നിജ്വാല. ഹല്ലേലൂയ. അവന്റെ സിംഹാസനം അഗ്നിജ്വാല. നമ്മൾ വെളിപ്പാട് പുസ്തകം അത് പരിശുദ്ധ വെള്ള സിംഹാസനമെന്ന് വെളിപ്പാട് പുസ്തകം 20 പരിശുദ്ധ വെള്ള സിംഹാസനം. യേശു ജനിച്ചപ്പോൾ തന്നെ കർത്താവായ ദൈവം തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കുമെന്ന് ലൂക്കോസ് 1:32 പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ സിംഹാസനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ സിംഹാസനത്തിന്റെ ആ പ്രഥമ സ്ഥാനം, അതിന്റെ മഹത്വം, അത് നമ്മൾ ആ സിംഹാസനത്തിലേക്ക് ചെല്ലേണ്ടത്. സാത്താൻ നമുക്ക് വേണ്ടി സിംഹാസനം ഒഴുകി വെച്ചിട്ടുണ്ട്. പാതാളക്കുഴിക്ക് നരകത്തിൽ ഒഴുകി വെച്ചിരിക്കുന്ന ആ നരക യാതന അനുഭവിക്കുന്ന ആ സിംഹാസനത്തിലേക്കല്ല നീ ചെല്ലേണ്ടത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലും ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദം വിടും. അവന്റെ സിംഹാസനം അഗ്നിജ്വാല, അത് പരിശുദ്ധ വെള്ള സിംഹാസനം. യേശു ജനിച്ചപ്പോൾ തന്നെ അത് യേശുവിന് പിതാവ് കൊടുത്ത് നമ്മളങ്ങോട്ട് ചെല്ലണം കേട്ടോ.
അനേകൾക്കത് പ്രിയ നിങ്ങളുടെ ഓട്ടം ജയത്തിലും ഓടി അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഓട്ടം ജയത്തോടെ ഓടി അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിൽക്കരുത്. ഹല്ലേലൂയ. അതിനുവേണ്ടി എബ്രായ ലേഖനം 12 എഴുതി വെച്ചത്. ആകെ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്കും പിടിച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ മഹാപുരുഷൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ പൗലോസ് പറയുകയാണ്, അല്ലെ വീണ്ടും പറയും എബ്രായ ലേഖനത്തിൽ, അല്ലെങ്കിൽ പറയും വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനെ യേശുവിനെ നോക്കുക. അത് ഈ ലോകത്തെ നോക്കാൻ ഒറ്റ ഒരുവിനെ ഉള്ളൂ. നിങ്ങൾ പലതിനെയും നോക്കാം. രാവിലെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനെയൊക്കെ നോക്കിയത് ഇന്നത്തെ ആൾക്കാരെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചിലരൊക്കെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ നോട്ടത്തിലൂടെ അതങ്ങ് കൊണ്ടുപോകുന്ന തോന്നുന്നത്. ചിലരൊക്കെ ഒന്ന് നോക്കുന്ന കഴിഞ്ഞാൽ നോട്ടത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്ന വെറുതെ അതൊക്കെ പാപമാണ്. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പാപത്തെ നോക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടം ജയത്തിൽ അവസാനിപ്പിക്കണം. നിങ്ങളും ആ സിംഹാസനം അവകാശമാക്കുക. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയം ഭരിച്ചവനായി ശോഭിക്കണം. ഒട്ടക്കളത്തിൽ ഓടുന്നവൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അവൻ 1ാം സ്ഥാനത്തിൽ എത്തുന്നത് പോലെ ഈ ഭൂമി നമ്മൾ സന്തോഷത്തോടുകൂടി ജയിക്കണം. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാം വായിച്ച വചനം എന്താണ്? നാം സ്വീകരിച്ചു പറയുന്ന ഹല്ലേലൂയ, നാം സ്വീകരിച്ചു പറയുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ഇങ്ങനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. അതേ പ്രിയരെ, ലോകത്തിൽ നമുക്ക് നോക്കേണ്ട യേശു മാത്രമാണ്. നിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകൾക്കും എല്ലാം മറുപടി യേശു തരാൻ പോവുകയാണ്. നീ എവിടെ ഭാരപ്പെട്ട് സങ്കടത്തോടു കൂടിയായിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് കണ്ണുകളെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഈ രാവിലെ സമയത്ത് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവേ, നാം സ്വീകരിച്ചു പറഞ്ഞ മഹാപുരം അപ്പോസ്തലൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. വിശ്വാസനായകനും പൂർത്തി യേശുവിനെ ശ്രദ്ധിച്ചു ഈ ലോകത്തെ, പാപത്തെ, ജഡത്തെ, മരണത്തെ, കർത്താവേ, ഇവിടുത്തെ വ്യാധിയൊക്കെ ജയിപ്പാണ് കൃപ നൽകണമേ. ലോകപാടുള്ള 800 കോടിയിലധികം ജനത്തിന്റെ ഇവിടനായി രക്ഷിക്കായി പ്രാർത്ഥിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസപ്പെട്ടിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വർദ്ധത്തിലും വൃത്തിലും വ്യാജം ഓർമ്മ തലമുറയിലായിരിക്കുന്ന എല്ലാ രാജ്യരാഷ്ട്രത്തിലും എല്ലാ മത നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, എല്ലാ സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയയിലും എല്ലാ ജനത്തിനും ഓർത്തു ആ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യുവനത്തിലും വാർത്തത്തിലും വൃത്തിരാശന യാച ഓർമ്മ ചോട്ട തലമുറയിലായിരിക്കുന്ന സകല ജനത്തെയും പ്രത്യേകിച്ച് കർത്താവ് മെസ്സേജ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സുരഭി മണി എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ എന്താണെന്ന് അദ്ദേഹം അറിയുന്നു. കർത്താവ് ആ വിഷയത്തിന് ഒരു സ്വർഗ്ഗ നീതി വെളിപ്പെടുത്തുകയാണ്. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നാം സ്വീകരിച്ചു പറഞ്ഞ മഹാപുരം അപ്പോസ്തലൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി, വിശ്വാസനായ പൂർത്തി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ആ സഹോദരനെ കുറിപ്പ് ഓടുവാൻ, കർത്താവിന് വേണ്ടി അദ്ദേഹത്തോളം നിൽക്കുവാൻ, ആ സ്വർഗ്ഗത്തിലെ സിംഹാസനം കരസ്ഥമാക്കിയ സിംഹാസനത്തിന് വേണ്ടി ഓടുവാൻ, അവിടെ ഇരിക്കാനുള്ള വരം ലഭിച്ച കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ അതിനുവേണ്ടി ഒരുക്കണമേ. സകല ജനത്തെ ഒരുക്കണം. ദൈവമക്കളെ ദൈവദാസനെ ഏൽപ്പിക്കുന്നു. ഈ എളിയവനെ അവിടുത്തെ സമർപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.